അത് കഴിഞ്ഞ് വേണ്ടുന്നത് കൈയാണ് വെട്ടുന്നത്. കൈയാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. കൈയുടെ അളവ് അവർക്ക് 10 ഇഞ്ച് ഹൈറ്റും 12 ഇഞ്ച് കൈയുടെ ചുറ്റളവുമാണ്. അതൊക്കെ സെയിം. നമ്മൾ എത്ര അളവ് എടുക്കുന്ന എത്ര വേണമോ അതായിരിക്കും കണക്ക്. 10 ഇഞ്ച് ഇറക്കം എടുക്കണം ഇവർക്ക്. അതാണ് അവരുടെ ഇറക്കം. പിന്നെ 12.5 ഇഞ്ചാണ് ഇവരുടെ കൈയുടെ ചുറ്റളവ്. അപ്പം 6.25 ഇഞ്ച് ലൈനം കൊടുക്കുക. ഇനി ആം ഹോൾ നമുക്ക് തന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. ആക്ച്വലി ഇവരുടെ ബോഡിയിലുള്ള ആം ഹോള് 17 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ആം ഹോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ഇഞ്ചാണ് ആം ഹോൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പം കണ്ടുപിടിക്കും. ഫോർമുല വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് 16.5 ഇഞ്ചാണ് ഈ ബോഡി സൈസിന്. അതായത് ചെസ്റ്റ് അളവ് 37 ഇഞ്ചുള്ള ഒരാളുടെ ആം ഹോളിന്റെ ചുറ്റളവ് 16.5 ഇഞ്ചാണ് വരേണ്ടത്. ഇപ്പം ഇതെടുത്താൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാരണം 6 ഇഞ്ചിന്റെ വ്യത്യാസമുള്ളല്ലോ. പക്ഷെങ്കിൽ ഇവർക്ക് ബോഡിയിൽ നമ്മൾ അളവെടുക്കുമ്പോൾ 17 ഇഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ 17 വെച്ചേക്കുള്ളൂ. അതാണ് വ്യത്യാസങ്ങൾ വരുന്നത്. 3.5 ഇഞ്ച്. ഇത് ഇപ്പിന്റെ അതായത് ക്യാപ്പിന്റെ ഇറക്കം ഞാൻ എടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് 3.5 വെക്കുന്നത്. ചിലർക്ക് ഇത് 3.5 3.25 വരാം. അപ്പം ഈ ലൈനിൽ വേണം നമുക്ക് നമ്മളുടെ ആം ഹോൾ 17, അതിന്റെ പകുതി 8.5 ഇഞ്ച് വരാന്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി 1.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് വരേണ്ടത് എത്ര? 7 ഇഞ്ച്. 7ഉം ഇവിടെ കൊടുത്തിരിക്കുക 1.5 കൂടെ ചേർക്കുമ്പോൾ 8.5 ഇഞ്ച് ജോയിൻ ചെയ്യുക. ഇപ്പം ആം ഹോളിൽ വരുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ പഠിച്ചല്ലോ. ഒന്നുകിൽ നമ്മള് തിയറി വെച്ച്, അതായത് ഫോർമുല വെച്ച് കട്ട് ചെയ്യുക. ആ ഫോർമുല നിങ്ങൾക്ക് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ കൈയുടെ ആം ഹോൾ അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ എത്രയുണ്ടോ അത് വെക്കുക. ഇതിന്റെ സെന്ററിൽ ഒരു മാർക്ക്. ഇതാണ് കൈ. അപ്പൊ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇവിടുന്ന് വെട്ടുമ്പോ ചെറിയൊരു ചരിവോട് വെട്ടണേ. ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്. ഇത്ര നോച്ച് ഇട്ട ശേഷമേ തുണി വിരിക്കാവുള്ളൂ. ഇനി തുണിയെ വിരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 1/2 to 3/4 ഇഞ്ച് വരെ വിട്ടിട്ട് വേണം പോരണം. കണ്ടോ? എന്നാലും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. കട്ടിങ് ഒക്കെ പഠിക്കാൻ നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കണക്കൊക്കെ പഠിച്ചിരുന്നാൽ മതി. ഈ കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ പഠിച്ചു പോകും.